السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما. എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പുതിയൊരു ദിവസം കൂടി തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കാനും അള്ളാഹുവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാനും അള്ളാഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഒക്കെയുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാനും ഒക്കെ അള്ളാഹു ഒരവസരം കൂടി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ നന്ദിയുള്ളവളാണ്. എനിക്ക് ലഭിച്ചതിൽ ഞാൻ നന്ദിയുള്ളവളാണ് അല്ലെ? നന്ദി ബർക്കത്തിനെ ആകർഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കാര്യത്തിനും നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ അള്ളാഹു തരുന്ന കാര്യത്തിന് നമ്മൾ എത്രത്തോളം നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്? അള്ളാഹു നമുക്ക് തരുന്ന കാരുണ്യം ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നതാണ്. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കാരുണ്യം അള്ളാഹു നമ്മോട് കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് സംസാരിക്കാനോ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്താനോ ഒന്നും സാധിക്കൂലായിരുന്നു. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വീഡിയോകൾക്കിടയിൽ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലെ? കാരണം ആകെ കുറച്ചു പേരിലേക്ക് മാത്രം എത്തുന്ന ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ്, അള്ളാഹുവിന്റെ ഖദർ മാത്രമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിനും ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മള് കിട്ടിയതിൽ നന്ദി പറയുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് അള്ളാഹു വീണ്ടും തരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര രസകരമായ ഒരു വാക്കാണല്ലേ അത്. എനിക്ക് ലഭിച്ചതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. എല്ലാം ഉണ്ടെന്ന് പറയുന്നത് നന്ദിയല്ല, ഉണ്ടായതിൽ തൃപ്തി കണ്ടെത്തുന്ന നന്ദിയാണ് നമ്മൾ ഇസ്ലാമിൽ വേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഒരു മുസ്ലിമ ഒരിക്കലും എനിക്ക് അത് കുറവുണ്ട് ഇത് കുറവുണ്ട് എന്നല്ല പറയേണ്ടത്, മറിച്ച് എനിക്ക് നൽകിയത് എൻ്റെ റബ്ബിന് തെറ്റൂല എന്നതാണ്. എനിക്ക് ഇതായിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അള്ളാഹു അത് തന്നത് അല്ലെങ്കിൽ എന്നിലേക്ക് എത്തിച്ചത്. നന്ദി എന്നത് സാഹചര്യം മാറുമ്പോൾ മാത്രം പറയുന്ന ഒരു വാക്കല്ല. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഞാൻ നന്ദി പറയൂല, എന്റെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറ്റിയിട്ട് വേണം ഞാൻ നന്ദി പറയാന്. യഥാർത്ഥ നന്ദി എന്ന് പറയുന്നത് ഈ രീതിയിലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു നിലപാടാണത്. നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആയി മാറും. അതുപോലെ തന്നെ നമ്മൾക്ക് പരാതികൾ കുറഞ്ഞിട്ട് നമ്മളെ ഹൃദയത്തിൽ സമാധാനം വരും. എന്താണ് കിട്ടാത്തത് എന്ന ചോദ്യത്തിന് പകരം എന്താണ് അള്ളാഹു നൽകിയത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാ. അള്ളാഹു പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും. അത് എണ്ണം കൊണ്ട് മാത്രമല്ല, ബർക്കത്ത് കൊണ്ടുമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ രീതിയിൽ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ രീതിയിൽ പണം സമ്പാദിക്കുന്ന രണ്ട് വീടുകൾ, ഒരു വീട്ടില് സമാധാനവും സന്തോഷവും ആ വരുമാനം കൊണ്ട് അവിടെ സംതൃപ്തിയും ഹാപ്പി ആയിട്ട് ആ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ബർക്കത്ത് ഉണ്ടെന്നാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡില് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടും അവർക്ക് പക്ഷെ തികയുന്നില്ല, അവരുടെ ചെലവുകൾ കൂടുതലാണ്, അവർക്ക് അതിലൊരു മനസ്സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല, സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിന്റെ അർത്ഥം അവർക്ക് അതിൽ നിന്നുള്ള ബർക്കത്ത് എടുക്കപ്പെട്ടു എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നന്ദി പറയുമ്പോൾ അത് ബർക്കത്തിനെ ആകർഷിക്കുന്നുണ്ട്. ബർക്കത്ത് എന്നത്
കുറച്ച് കിട്ടിയാൽ പോലും അതിൽ തൃപ്തി ഉണ്ടെങ്കിൽ അതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അതേപോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സമയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും കഴിയുന്നുണ്ടെങ്കിൽ അതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. നന്ദിയില്ലാത്ത ഒരു ജീവിതത്തിൽ അത് ഒരുപാട് പുറമെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഉള്ളിൽ ശൂന്യമായിരിക്കും. ഒരു സമാധാനമില്ല, സന്തോഷമില്ല, പലപ്പോഴും ടെൻഷൻ, വാശ് ദേഷ്യം, വൈരാഗ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരത് അസൂയ, ഇവിടെ ഓൾറെഡി ഒരുപാട് ഉണ്ടായിരിക്കും, പക്ഷെ അത് കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാവില്ല. ആണല്ലോ. നന്ദിയുള്ള ഒരു ചെറിയ ജീവിതമാണ് നന്ദിയില്ലാത്ത വലിയ ഒരു ജീവിതത്തെകൾ. എന്ന് വെച്ചാല് നന്ദിയുള്ള കുറച്ചാണെങ്കിലും അതിൽ നന്ദി കാണിക്കുന്ന ഒരു മനസമാധാനത്തോടെയുള്ള വർക്കത്തുള്ള ഒരു ജീവിതമാണ് നന്ദി നന്ദി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വർക്കത്തില്ലാത്ത രീതിയിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ജീവിതത്തെക്കാളും എത്രയും നല്ലത്. നന്ദി ഉണ്ടാവുമ്പോൾ നമുക്ക് ഉള്ളില് സമ്പൂർണ്ണമായിട്ട് ഉള്ള ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കാന്ന് പറയില്ല, ആ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവിതത്തിൽ ഇതിന്റെ മാറ്റം എന്ന് പറഞ്ഞാല് പരാതികൾ കുറഞ്ഞ് ദുആകൾ വർദ്ധിക്കും. നമുക്ക് കിട്ടിയതിലൊക്കെ നന്ദി പറഞ്ഞിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇതിൽ കൂടുതൽ നന്നായിട്ട് അള്ളാഹു എനിക്ക് എത്തിച്ചു തരണേ. അതുപോലെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്യൂല. ഓക്കെ, അവർക്ക് അതുണ്ട്, അത് അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുത്ത ഞാമത്ത്, അൽഹംദുലില്ലാ എനിക്ക് അതുപോലെ തരണേ റബ്ബ്, അതുപോലെ തന്നെ എനിക്ക് തന്നതിനും എല്ലാത്തിനും അൽഹംദുലില്ലാ. അതുപോലെ നമുക്ക് അസൂയ ഉണ്ടാവില്ല, കാരണം ഓൾക്ക് ഇപ്പൊ കൊടുത്തു, ഓക്കെ നോ പ്രോബ്ലം. നമ്മൾ ഹെംഡ് ചെയ്താൽ നമുക്കും കിട്ടുമല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അസൂയപ്പെടുന്നേ? അസൂയ ഒഴിഞ്ഞു പോകും. അതുപോലെ എനിക്കിത് മതി എന്നുള്ള ഒരു ശാന്തി ഉള്ളിൽ വരും. ആണല്ലോ, അതൊക്കെ വലിയ ഒരു അവസ്ഥയാണ്. നമുക്ക് പലപ്പോഴും തികയാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടിയാലും ഒരു മനസ്സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നും ഓക്കെ ഇത് മതി, ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും, അൽഹംദുലില്ലാ എനിക്ക് ഇതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെയും അള്ളാഹു നമ്മുടെ മനസ്സിന് തരുന്ന വലിയൊരു സമാധാനവും ശാന്തിയാണ്. കാരണം നന്ദിയുള്ള ഹൃദയം അള്ളാഹുവിനെ കുറ്റപ്പെടുത്തൂല. നമുക്ക് ഇന്ന് രാവിലെ ഫജർ കഴിഞ്ഞ ഉടനെ, സുബഹി കഴിഞ്ഞ ഉടനെ കണ്ണുകൾ അടച്ച്, അല്ലെങ്കിൽ രാവിലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കണ്ണുകൾ അടച്ച് നന്നായി ശ്വാസം എടുത്തിട്ട് 3 കാര്യം ഓർക്കുക. ഒരു നന്മ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു നന്മ, അള്ളാഹു നമ്മെ സംരക്ഷിച്ച ഒരു അവസരം, അതുപോലെ നമ്മൾ നന്ദി പറഞ്ഞ ഒരു അവസരം. എന്നിട്ട് പതുക്കെ 3 തവണ പറയാം, അള്ളാഹുവെ എനിക്ക് നൽകിയതിൽ ഞാൻ നന്ദിയുള്ളവളാണ്, അള്ളാഹുവെ എനിക്ക് നൽകിയതിൽ ഞാൻ നന്ദിയുള്ളവളാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതിൽ നീ എനിക്ക് ബർക്കത്ത് നൽകണേ, ഇതിൽ നീ എനിക്കുള്ളതിലെല്ലാം നീ ബർക്കത്ത് നൽകണേ, അള്ളാഹുവെ നീ എനിക്ക് തന്നതിലെല്ലാം നീ ബർക്കത്ത് നൽകണേ, അൽഹംദുലില്ലാ. ഇനി നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം അല്ലെ, ചെറിയൊരു ആത്മപരിശോധന. ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ഇന്ന് ഞാൻ എന്തിനെങ്കിലും പരാതിപ്പെട്ടണോ അതോ നന്ദി പറയാണോ ചെയ്തത്? എനിക്ക് നൽകിയ ഏറ്റവും ചെറിയ നന്മ എന്താണ്? അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും ചെറിയ നന്മ എന്താണ്? സത്യത്തിൽ ഒരു നന്മയും ചെറുതല്ല, അതൊരു കാര്യം. എന്നാലും എനിക്ക് നൽകിയ നന്മ എന്താണ്? അള്ളാഹു എനിക്ക് നൽകിയ നന്മയിൽ ഞാൻ കാണാതെ പോയ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഹംദ് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ദിവസം നമ്മളെ പഠിപ്പിക്കുന്നത് നന്ദി ഒരു പ്രതികരണമല്ല, മറിച്ച് ഒരു ജീവിതശൈലിയാണ്. നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്നു തുടങ്ങുമ്പോൾ അള്ളാഹു ജീവിതത്തിൽ ബർക്കത്ത് തുറക്കാൻ തുടങ്ങും. ഇൻഷാ അള്ളാഹ്, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ എല്ലാ കാര്യത്തിനും ഹംദ് ചെയ്ത് പഠിക്കാം. ഒരു ചെറിയ കാര്യത്തിന് പോലും, ഒരു മുള്ളു കുത്തിയാൽ പോലും അൽഹംദുലില്ലാ, ഒരു തല മുട്ടിയാൽ പോലും അൽഹംദുലില്ലാ. കാരണം എന്താ, നിങ്ങൾക്ക് തോന്നും അത് വേദനിക്കല്ലേ, സബറല്ലേ വേണ്ടതെന്ന്. പക്ഷെ നമ്മൾ ആ വേദനിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നുണ്ട് അവിടെ. സുബ്ഹാനല്ലാഹ്, നമ്മളെ തെറ്റുകൾ അവിടെ മായ്ക്കപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ ഹംദ് പറയണ്ടേ? നമുക്കൊരു വേദന വരുമ്പോൾ നമ്മൾ ഹംദ് പറയുന്നത് എന്തിനാ? നമ്മളെ പ്രതിഫലം, നമുക്ക് അവിടെ തെറ്റുകൾ പൊറുക്കപ്പെടാണ്.
നമ്മൾ വീണ്ടും നന്മയിൽ ഉയരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രീതിയിൽ നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് നമുക്ക് മുത്മയിന്നയിലേക്ക് എത്താനും അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അള്ളാഹുവിന്റെ തിരുനൂറ് കാണാനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് സ്നേഹിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് ഹൗളുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ മഹ്ശറിൽ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് കസ്തൂരി കൊണ്ടുള്ള ആ ഒരു കുന്നില് വിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനും കാരണമാവുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ ആരെങ്കിലും ഇത് കേട്ട് ഒരു നന്മയെങ്കിലും ചെയ്യണമെങ്കിൽ ആ നന്മ നിങ്ങൾക്കും എത്ര പ്രതിഫലമായിട്ട് മാറുകയും ചെയ്യും. ഒരു ജാരിയായ സ്വതക്കയായി മാറാനും അത് കാരണമാവും. സുബ്ഹാനല്ലാഹ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് നൂർ സർഫ് ഖുർആൻ, ഖുർആൻ ഹിഫ്ള്, തജ്വീദ്, തഫ്സീർ, തർജമ, എങ്ങനെ നല്ല മുസ്ലിമയാവാം തുടങ്ങിയ ക്ലാസ്സുകൾ ഉൾപ്പെട്ടിട്ടുള്ള കോഴ്സാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ട്. ഇതിൽ പരീക്ഷയില്ല, ഇത്ര പഠിക്കണം എന്നുള്ള നിബന്ധന ഇല്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോഴ്സിൽ ചേരാം. വെറും 300 രൂപ മാത്രമാണ് മാസത്തിൽ ഫീസ് വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇതിലൂടെ മനസ്സമാധാനം, സന്തോഷം കണ്ടെത്താനും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കാനും ഒക്കെ കാരണമായേക്കാം. ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.